കട്ടൻ കാപ്പി കളറ് കാണാൻ നല്ല രസമുണ്ട് അല്ലേ? ഇന്നല്ലേ റിസൾട്ട് വരുന്ന ദിവസം അല്ലേ? പ്ലസ് ടുക്കാരുടെ റിസൾട്ടൊക്കെ വന്നു. റിസൾട്ടൊക്കെ അറിഞ്ഞു, ജയിച്ചു കേട്ടോ. പെങ്ങളുടെ കുട്ടികളൊക്കെ ജയിച്ചേക്കണു. ഏട്ടൻ്റെ കുട്ടികളെ വിളിച്ചിട്ട് കിട്ടണില്ല. അതിൻ്റെ വിശേഷം നാളെ പറയാം. ഇനി അടുത്ത വർഷം ഇങ്ങനെ നമ്മുടെ അമ്മൂന് വേണ്ടി നമ്മളിങ്ങനെ കാത്തിരിക്കില്ലേട്ടാ. എന്തൊക്കെ അവള് പറയും, എന്താവാനും ജയിക്കും. നമ്മൾ നമ്മുടെ മക്കളെ വിശ്വസിക്കുക. അവരുടെ കഴിവിനനുസരിച്ച് അവർ പഠിക്കും. അവരുടെ അത് ശരിയാ. അവർക്ക് വേണം ശരി. കട്ടൻ കാപ്പി കുടിക്കുമ്പോഴല്ലേ സത്യം പറയാത്ത എന്തെങ്കിലുമൊക്കെ കടി വേണമല്ലേ? ഒന്നുമില്ലെങ്കിൽ എന്തോ പോലെ തോന്നുള്ളൂ. പക്ഷെ മഴ സമയത്തില്ലേ ഇടയ്ക്കിടയ്ക്ക് കുടിക്കാനും തോന്നും. മഴ നല്ല പെയ്യാൻ തുടങ്ങിയ എന്താ ധനു എന്ന് പറയുന്നു. ഇടവ മാസമൊക്കെ പകുതിയൊക്കെ ആവാറായി. മഴയുടെ ഒരു ലക്ഷണം കാണില്ല അല്ലേ? ഈ എന്ത് മഴ ഇത്? ഞാൻ മഴ പെയ്യും പറഞ്ഞിട്ട് വേഗം വിറകും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചപ്പോൾ മഴയുടെ പാട്ടിന് പോയി തോന്നു. എന്ത് പറഞ്ഞാൽ നാളെ മുതൽ ചിലപ്പോൾ പെരും മഴയും. അമ്മ പറയുന്ന കേട്ട് സ്കൂൾ തുറക്കണ അന്ന് മുതൽ പെരും മഴ അങ്ങോട്ട് തുടങ്ങും. അത് ഈ മഴയ്ക്ക് എന്താണെന്നറിയില്ല, മഴയ്ക്ക് അറിയും തോന്നുന്നു ആ സമയം പെയ്യാന്നുള്ളത് അല്ലേട്ടാ. 1-ാം തീയതിക്ക് അങ്ങോട്ട് പെയ്യില്ലേ? എങ്ങനെ പോയാലും 1-ാം തീയതി ദിവസം മഴ പെയ്യും. അയ്യോ മഴ നനഞ്ഞിട്ട് സ്കൂളിൽ പോയിരിക്കാൻ നല്ല സുഖല്ലേ? അയ്യോ ഇനി യൂണിഫോം പശു ഉണ്ടെങ്കിലല്ലേ. അവിടെ ചെറിയ മടാളുണ്ട്. എത്ര പെട്ടെന്ന് ഞാൻ ചെറിയ മടാൾ എടുത്തിട്ടെ. ഇതിവിടെ വെട്ടാനും പേടിയാണ്. പുല്ലേ പശു ഉള്ളവർക്കുണ്ടെങ്കിൽ സുഖം. പയ്യനെ കൊണ്ടുവന്ന് വെച്ചാൽ ആരോട് മേയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞല്ലേ പിന്നെ ഇതുണ്ടാവില്ല അല്ലേട്ടാ. നമ്മുടെ റബ്ബർ വെട്ടിയോടത്ത് എന്താ JCB കൊണ്ട് കളിക്കുന്നുണ്ട്. കളിക്കല്ല, പണിയെടുക്കുന്നുണ്ട് അല്ലേ. എന്താ ചെയ്യുന്ന ആർക്കറിയാം. എന്തെങ്കിലും ചെയ്യട്ടെ. ഇതില്ലേ പയ്യന് ഇഷ്ടമുള്ള പുല്ലാട്ടോ. നീളം പുല്ല് കണ്ടോ, നല്ല ഇഷ്ടമാണ്. നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന അമ്മണിക്കൊക്കെ എന്ത് ഇഷ്ടമായിരുന്നു എന്നറിയോ ഈ പുല്ല് അല്ലേ. നമ്മൾ എത്ര പുല്ല് പറിക്കാൻ പോയിട്ടുണ്ട് എൻ്റെ അപ്പോൾ. പുല്ലരിയ ഏറ്റിയിട്ട് പോവുക. അതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു കമ്മലുണ്ടായിരുന്നു കേട്ടോ, സ്വർണത്തിൻ്റെ. ആ കമ്മൽ അങ്ങോട്ട് പോയി. കമ്മൽ പോയിട്ട് ആകെ ഇടങ്ങാറായില്ലേ. അതിൻ്റെ തൂങ്ങല പോയത്. മറ്റേത് കിട്ടുകയും ചെയ്തു. തൂങ്ങൽ പോവുകയും ചെയ്തു കേട്ടോ. പക്ഷെ ആ ഒരു എനിക്ക് ഭയങ്കര വിഷമമായിരുന്നേ അത് പോയപ്പോഴേ. പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഉണ്ട് മഴയൊക്കെ പെയ്തപ്പോൾ നമ്മുടെ കനാലിൽ നിന്ന് ആ കമ്മൽ കിട്ടിയത്. ഓർമ്മ ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാ കൂട്ടുകാരും പറഞ്ഞില്ലേ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി. ഇനിയിപ്പോൾ അതാ മഴ പെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഇരട്ടിയായിട്ട് പൊന്തു കേട്ടോ. മഴ നിന്ന് കഴിഞ്ഞാൽ ഇതൊന്നും അല്ല കേട്ടോ. അതിലും ഇവിടെ ഓ പോണ്ട് വാ, വന്ന് പുല്ല് പറക്കി വാ. വായോ, എന്താണ് വായോ ഹേന്നല്ല, വാ വാ വായോ. എവിടേക്കെങ്കിലും പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണി ഒരുങ്ങിയാലേ പോകാൻ പറ്റുള്ളൂ. വാ. എവിടെ കോറി? എന്ത് കോറി വെച്ചിട്ടാ ഈ ഇനിയിപ്പോൾ നമ്മുടെ ഈ ഇത് കൂടെ ഇനി ശല്യം ഉണ്ടാവില്ല കേട്ടോ. ഇത് ഈ മരം ഉള്ളതും കൊണ്ട് വലിയൊരു വണ്ടിയൊന്നും ഇത് കൂടെ പോകാൻ പറ്റില്ല.
മഞ്ഞളൊക്കെ നട്ടത് നോക്കുക, അതൊക്കെ പൂവില്ലേ ഇപ്പം. ഇത് കസ്തൂരി മഞ്ഞളാ, കസ്തൂരി മഞ്ഞൾ. വത്സല എടുത്തിട്ട് അവിടെ നിന്ന് കൊണ്ടുവന്ന് വെച്ചതാണ്. കുഴൽക്കിണറിൻ്റെ സാധനങ്ങൾ കണ്ടോ ഇത് കൂടെ. മോട്ടറിൻ്റെ പാക്ക് ഞാൻ ആദ്യമായിട്ടാട്ടോ ഇങ്ങനത്തെ മോട്ടർ കാണുന്നത്. ഇപ്പം കൂട്ടുകാർ കുറേ ദിവസമായി പറയണു ഇവിടെ ഒന്ന് വൃത്തിയാക്കിക്കൂടെ, ഇവിടെ ഒന്ന് വൃത്തിയാക്കിക്കൂടെ എന്നുള്ളത്. ഇനി 2 ദിവസം കഴിയുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. പിന്നെയും പുല്ലരിയണ പോലെ തന്നെ അരിയേണ്ടി വരും ഇപ്പോൾ ഇവിടെ അല്ലേ. അതൊന്നല്ല, ഇത് പന്നിമുള്ളുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ. അത് അമ്മ ഇങ്ങനെയുള്ള ചെടികളൊക്കെ വലിച്ചാൽ മതി. ഏത് മരം? ഇത്രയും പുല്ല് ഏട്ടാ. അയ്യോ മഞ്ഞള്. തെങ്ങ് നനയ്ക്കണ്ട പറഞ്ഞ എന്തിനാണ്? ഇതിലോ അതല്ലേ ഒരു റിസൾട്ട് അറിഞ്ഞേ ജയിച്ചേ. പൊന്നൂട്ടിയേട്ടന് A+ ഒക്കെ ഉണ്ട്. എത്ര ഏട്ടാ? 2 A+. ഒരു പശു ഉണ്ടെങ്കിലേ പശുവിന് പിന്നെന്താ മാറമോ ഒരാൾക്ക് കഴിക്കാനുള്ളതായി. ആരമ്മൂനോടാ? ഇതൊക്കെ മഞ്ഞളുകളാണ് കേട്ടോ. മൂച്ചിത്തയ്യൊക്കെ എവിടെയെങ്കിലൊക്കെ കുഴിച്ചിടാം. മമ്മൂട്ടി അതാതെ അത് മുളകും തയ്യാണേ. അത് ഇനി ഒന്ന് പിടിച്ച് കിട്ടണവരങ്ങനെയാണ്. ഇതാണ്ടോ അത് പിടിച്ച് കിട്ടിയില്ലേ. എവിടെയെങ്കിലൊക്കെ ഉള്ള സ്ഥലത്ത് നടാൻ മുട്ടി. ആകെ ഉള്ളത് കുറച്ച് സ്ഥലമേ ഉള്ളൂ ഏട്ടാ. 6 മൂച്ചിത്തൈ ഉണ്ടായിട്ടുണ്ട്. അതാ അവിടെ അമ്മ ചേച്ചി അത് ഇത് ചെയ്ത് വെച്ചതാ. വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് ശരിയാക്കിയതാ. ആ JCB കണ്ട പൊന്നെ. അങ്ങോട്ട് പോ. അതീനെ പോ. ഇതിന് താഴേക്കിറങ്ങിപ്പോ. ഇതിന് പോ. അതേട്ടാ.
ഏ അയ്യോ അവരുടെ ഒരു കായക്കൊല മൂത്ത് നിൽക്കണോക്ക്. കണ്ടില്ല, അവരുടെ കൊലുണ്ട് മൂത്ത്. ഇത് വേണ്ട കാട്ടുകുവേനെ. കാടാണ്. ഇനി ആ ഉള്ളതില്ലേ ആ സൈഡിൽ കൂടെ ഉള്ളത് അവിടെ ഇരുന്നോട്ടെ കേട്ടോ. ഇനിയാണ് തെങ്ങിൻ്റെ ചോട്ടിൽ നിൽക്കണതേ ഇഷ്ടമല്ല. തെങ്ങ് നമ്മളെ ചതി. ഇതാണ്ടോ നമ്മളന്ന് തലപ്പ് നുള്ളി കൊടുത്തില്ലേ, ഇപ്പം കണ്ടോ ഒന്നും കൂടി തലപ്പുള്ളാറായി. ഇതൊരുപാട് ഈ മരല്ലേ നമ്മുടെ വീടിനേക്കാളും വലിപ്പം പാടില്ല എന്ന് പറയുന്നത് കേട്ടോ. എന്താണത് പറയുന്നതെന്ന് എനിക്കറിയില്ല. പണ്ട് ഓട്ടുവര ഇതും കൊണ്ട് തലയിൽ കൂടെ വീഴുമെന്ന് പേടിച്ചിട്ടാണോ എന്നൊക്കെ അറിയില്ല കേട്ടോ. പരന്ന് വരും. ഇപ്പം തന്നെ കണ്ടില്ലേ നമ്മൾ ഇവിടെയാണ് കേട്ടോ പൊട്ടിച്ചതാ. ഇവിടുന്ന് പൊട്ടിച്ച് ഇത്ര മുള വന്ന് കണ്ടില്ലേ, ഇഷ്ടംപോലെ വന്നില്ലേ. ഇനി ഇവിടെ കിട്ടും. ഇനി അത് കൂടെയൊക്കെ നമ്മൾ വിത്തിട്ടൊക്കെയാണ് കേട്ടോ. വല്ലാണ്ട് വലിച്ചു കഴിഞ്ഞു വെച്ചല്ലേ വിത്തായിട്ട് വരും അല്ലേ. പിന്നെ അപ്പുറത്തെ ഭാഗം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തെങ്ങും ചിരട്ടിയും കാര്യങ്ങളൊക്കെ ഇട്ട് തേങ്ങയും ഒക്കെ ഇട്ട് അവിടെ നാളെ ഞാൻ വൃത്തിയാക്കാൻ വിചാരിച്ചു. വിറക് വേലയൊക്കെ ഇല്ലേ. അപ്പോൾ കുറേ കൂട്ടുകാർ പറഞ്ഞതാണ് 4 ഭാഗം കാട് വെട്ടിക്കൂടെ. നമ്മുടെ ഇവിടെ തന്നെ ഉള്ളൂ. നമ്മുടെ വീടിൻ്റെ മുറ്റമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. എന്തുണ്ടി അവിടത്തേക്ക് പറിച്ചു. അപ്പോൾ പച്ചപ്പൊക്കെ വേണം. പക്ഷെ ചില ആൾക്കാർക്ക് ഇതിങ്ങനെ കാണുമ്പോൾ വൃത്തികേടായിട്ട് എന്നാ വീടും പരിസരം വീടാണ്, വീടിൻ്റെ മുമ്പറം കണ്ടോ വൃത്തിയില്ലാണ്ട് കിടക്കുന്നു പറയില്ലേ. പക്ഷെ നമ്മുടെ ഇവിടെ അധികം വീടുകളുടെ മുമ്പറമൊക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചേട്ടാ. കാട് വെട്ടിയും കൊണ്ട് എൻ്റെ 2 പോയി. ഇത് തറവാട്ടിൽ കുഴിച്ചിടാത്തത് എന്താണെന്നറിയോ? തറവാട്ടിൽ മുല്ലച്ചെടിയും കൊണ്ട് ഇങ്ങനെ പോലെ ഉണ്ടാക്കിയിരിക്കുകയാണ് കേട്ടോ. അതും കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഉണ്ടായാലും അവിടെ ഉണ്ടായാലും ഒക്കെ കണക്കന്നെ. അതും കൊണ്ട് കാഴ്ചക്ക് രസമല്ലേ അത്. അത് മാത്രമല്ല രസേട്ടാ, അവിടെ കുറേ ഒരു ഭാഗത്ത് മാത്രം ഉണ്ടായിരുന്നതേ മറ്റേത് പടർത്തി വെച്ചത് ഞാനാ. ആ മുല്ലച്ചെടിയില്ലേ അച്ഛൻ കൊണ്ടുവന്നിട്ടേ. അപ്പം അത് കാണാൻ നല്ല രസമല്ലേ. ഇതൊക്കെ നീ മുല്ലച്ചെടി അങ്ങനെ പച്ചപ്പിരിക്കട്ടെ. ഇതാട്ടോ നമ്മുടെ ചെറുതൊന്നല്ല, നല്ല പച്ചപ്പ് വേണം. ഇങ്ങനെ നല്ല ചെടി, അതിൽ കുറെ പൂവും കുറെ പുല്ലും ഒക്കെ. ഇതാ ഇത് നമ്മുടെ ശംഖുപുഷ്പം കണ്ടോ. 1 2 3 തൈ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടായി കഴിഞ്ഞാൽ ഇവിടെ നമ്മളൊരു കോല് കൊടുത്തിട്ട് ഈ മതിൽ കൂടെ അങ്ങനെ പടർത്തി വിടാനാണ് കേട്ടോ ഉദ്ദേശിക്കണത് അല്ലേ. ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അതാത് കൂടെ ഒക്കെ ചെടികൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ചെടികളൊക്കെ ഒന്നാവട്ടെ ആയിട്ട് കാണിച്ചു തരാം. ഇന്ന് ഞാൻ അനിയൻ്റെ അടുത്ത് നമുക്ക് കുറച്ച് പൂച്ചെടി വാങ്ങാൻ പറ്റുമോ. അപ്പോൾ ഞാൻ ഓരോരുത്തരുടെ അടുത്ത് ഓരോ വീട്ടിലുള്ള ചെടികളില്ലേ, റോസാ ചെടികളൊക്കെ. പക്ഷെ എന്താ വെച്ചാൽ പക്ഷെ നമ്മുടെ നാട്ടിലുള്ളത് മതിലൊക്കെ തേപ്പ് പണി കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇതിപ്പോൾ എന്തായാലും മതിൽ തേക്കുന്ന സമയത്ത് അരി കൂടെ വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ വെട്ടിക്കളയുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ വെക്കിട്ടും ഇവിടെ ഒരു സ്റ്റാൻഡ് പോലെയൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇപ്പോഴൊന്നും നടക്കില്ല കേട്ടോ. പിന്നെ എന്തായാലും നമുക്കിനിപ്പോൾ ഒരു വണ്ടി നിർത്താനുള്ള സൗകര്യം ഉണ്ടാക്കണം. കാരണം നമ്മുടെ വണ്ടിയിൽ
ആകെ ചളിയിലും ഇതിലും ഇവിടെ എന്താ ചെയ്യേ പെരഞ്ഞിട്ടാണ് കിടക്കണത്. ചളിയിൽ കിടക്കുക എന്ന് പറഞ്ഞു വെച്ചാൽ ടാർപ്പായ അല്ലേ, നല്ല മഴ പെയ്ത് കഴിഞ്ഞു വെച്ചാൽ ടാർപ്പായ കൊണ്ട് പൊട്ടും. ചിലത് പൊട്ടിക്കഴിഞ്ഞു വെച്ചല്ലേ ആ വണ്ടി അങ്ങോട്ട് ഇപ്പം നമ്മൾ എന്താ ടെസ്റ്റൊക്കെ കഴിച്ചിട്ട് കൊണ്ടുവന്നിട്ടല്ലേ ഉള്ളൂ. അത് കേട് വന്നു കഴിഞ്ഞാൽ വെച്ചാൽ പിന്നെ പറ്റില്ലല്ലോ. അപ്പം നമുക്ക് വണ്ടി നിർത്താനുള്ള എന്തെങ്കിലും ഒരു സൗകര്യം പൈസ ഇറക്കാനാവും. അപ്പോൾ വണ്ടി നിർത്താനുള്ള ഒരു സൗകര്യം എന്തെങ്കിലും ചെയ്യണം കേട്ടോ. ആകെ നമുക്ക് ഇവിടെ ഉള്ളൂ. പിന്നെ തറവാടിൻ്റെ ഉമ്മർത്ത് നമ്മൾ വണ്ടി ഇവിടെ തന്നെ ചെയ്യണം. കാരണം എന്താണെന്നറിയോ, നമ്മൾ വീടിൻ്റെ ഉമ്മറം മറിയും പറഞ്ഞിട്ട് കാര്യമില്ല, മുതൽ പോകും. പിന്നെ അത് മാത്രമല്ല, നമ്മളിപ്പോൾ അവിടെ ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ ഇനി എന്താ അവർക്ക് ഭാവി കുറച്ച് കഴിഞ്ഞിട്ട് ഒരു വീട് വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാരണം ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാൻ പാടില്ലല്ലോ ആർക്കും. പിന്നെ ഇനി എന്താ എല്ലാവർക്കും ഉള്ളതല്ലേ. അപ്പോൾ ഇല്ലേട്ടാ രണ്ടാമത് പൊളിക്കും. അല്ലെങ്കിലും വണ്ടി നിർത്താനുള്ള സൗകര്യം കാണണം. അതിപ്പോൾ തൽക്കാലത്തിനോട് ടാർപ്പായി കെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഓട്ടോ അങ്ങനെ കൊണ്ട് നിർത്താൻ പറ്റില്ല. ഇനിയിപ്പോൾ എല്ലാ കൊല്ലം കുറേ പൈസ ചിലവൊക്കെ ഉണ്ടാവും. എങ്ങനെയൊക്കെ ഒന്ന് ടെസ്റ്റ് എടുത്ത് വെച്ചതാണ്. അപ്പോൾ അത് എന്താ ഞങ്ങൾ ഇങ്ങനെ മാമൻ്റെ മകൻ വരുന്നുണ്ട് രാജു. അപ്പോൾ അവൻ വരട്ടെ വിചാരിച്ചു. പക്ഷെ അവൻ വരാൻ നല്ല വഴുകുത്രേ. അപ്പം ഇനി എന്തായാലും ആരെങ്കിലും ഏട്ടൻ്റെ കൂട്ടുകാരെ ആരെങ്കിലും വിളിച്ചിട്ട് അത് മഴ നല്ല തുടങ്ങുമ്പോഴേക്കും ചെയ്യണം. അപ്പം നമുക്കേ ഏട്ടാ വിശേഷം നിർത്തുക. പറങ്കിയുടെ സീസൺ കഴിഞ്ഞിട്ട് നോക്ക്, പറങ്കി മാങ്ങ പഴയത് വീണ് കിടക്കണം. പഴയതല്ല പിന്നെ ഉണ്ടായത് വീട് കിടക്കണുണ്ടോ ഇത്? വേഗമല്ല ഈ അണ്ടിപ്പുട്ട് അടിച്ചപ്പോൾ കഴിച്ചില്ലേ? നാളെ അണ്ടിപ്പുട്ട് അടിച്ചിട്ട് വലിയ മടുത്ത് വെച്ചിട്ട് തന്നില്ലേ? ആ അത് വർക്ക് തന്നെ. അപ്പം നമ്മൾ നമ്മുടെ വിശേഷം നിർത്തുകയാണ് കേട്ടോ. നാളെ കാണാം.